നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് സങ്കല്പിക്കാം. നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് സമയമാണ്, നിമിഷങ്ങൾ. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട സമയവും നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റിയും തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സമയം തന്നെ. അപ്പോൾ ശരിക്കും സമയത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ സ്പേസിലൂടെ നീങ്ങുന്നു എന്നും സയൻസ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഓരോ മൊമെൻറ്റും കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ. മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫോർ മീ ദർ ഇസ് ഓൺലി വൺ ഡ്യൂട്ടി, ദ മൊമെൻറ്റ്സ് ഡ്യൂട്ടി. ഈ നിമിഷത്തിൽ ഉള്ള ധർമ്മമാണ് എനിക്കുള്ള ആകെയുള്ള ധർമ്മം, വേറെ ധർമ്മമൊന്നുമില്ല. എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, കാലോസ്മി, ഞാനാണ് സമയം, ഞാൻ സമയമാണ്. അതായത് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ സമയമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സമയം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഞാൻ എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ എന്നെ എൻ്റെ ഹയ്യസ്റ്റ് തലത്തിലാണോ ഉപയോഗിക്കുന്നത്, അതോ എൻ്റെ അഹങ്കാരത്തിൻ്റെ തലത്തിലാണോ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ഡെസ്റ്റിനീനെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ഭാഗധേയത്തെ രൂപപ്പെടുത്തുന്നു. നമ്മൾ ഭാഗധേയം എന്ന് പറഞ്ഞാൽ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്ന, വേറെ ഏതോ ശക്തികൾ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ്. ഒരു ഈശ്വരനുണ്ട്, കുറേ ശക്തികളുണ്ട്, അങ്ങനെയൊന്നുമല്ല ഭാഗധേയം. ഭാഗധേയം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അത് എൻ്റെ ഡെസ്റ്റിനി രൂപീകരിക്കുന്നു. ഈ നിമിഷം ഞാൻ എവിടെയാണ്? ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള തീരുമാനം വളരെ വളരെ വൈറ്റലായിട്ട് ഡിസിഷനാണ്. ഓരോ മൊമെൻറ്റിലും ഞാൻ ഈ കാര്യം പറയണോ പറയണ്ടേ, അതിനപ്പുറം ഞാനിത് ചിന്തിക്കണോ ചിന്തിക്കട്ടെ. മാസ്റ്റേഴ്സ് ചിന്തിക്കാനും കൂടി സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മുടെ മാസ്റ്റർ ചാരിജി മഹാരാജ് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഈ ലോകത്തുനിന്ന് എടുക്കുന്നത്, ഈ ലോകത്തിലേക്ക് എന്താണ് കൊടുക്കുന്നത്? സ്നേഹമാണ് ഞാൻ സ്വീകരിക്കുന്നത്. എപ്പോഴും ഞാൻ നൽകുന്നത് സ്നേഹമാണോ? അൺഡൈല്യൂട്ടഡ് സ്നേഹമാണ്. ഇത് ഉറപ്പുവരുത്തണം. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ
ഓരോ നിമിഷവും ഞാൻ എവിടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കലാണ്. ഞാൻ എന്നെ ഉയർത്തുക, എന്നിട്ട് ആ തലത്തിൽ നിന്ന് പെരുമാറുക. അതാണ് കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പറയുന്നത്. എക്സ്പ്രസ് ഹൂ യു ആർ. അപ്പോൾ വളരെ വളരെ വൈറ്റലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ മൊമെൻ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു? വേറെ ഒന്നുമില്ല, നമുക്ക് ഈ മൊമെൻ്റ് മാത്രമേ നമുക്കുള്ളൂ. പാസ്റ്റ് കഴിഞ്ഞു പോയി, പാസ്റ്റ് ഇസ് ഹിസ്റ്ററി. ഫ്യൂച്ചർ, ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഫ്യൂച്ചറായി കഴിഞ്ഞു. പറയുമ്പോൾ തന്നെ ഫ്യൂച്ചറായി. എന്താണ് എന്നറിയാൻ പറ്റില്ല. ചിലപ്പോൾ ലോകം തന്നെ മാറി തരാം. പൽമേ പരലൈ ഹോയേഗി എന്നാണ് കബീർദാസ് വരുന്നത്. ബഹുരി കരേഗ കബ്, കാൽ കരേസോ ആജ് കർ, ആജ് കരേസോ അബ്. പൽമേ പരലൈ ഹോയേഗി ബഹുരി കരേഗ കബ്. ഈ നിമിഷം നിങ്ങൾ ഉപയോഗിക്കൂ. ഹയസ്റ്റ് തലത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കും. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ഉപയോഗിക്കും. അതാവുമ്പോൾ ധർമ്മത്തിന് വേറെ ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. അത് മഹാത്മാഗാന്ധിജിയുടെ ജീവിതം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞതാണ് ശരിയെന്ന്. കാരണം മാറിക്കൊണ്ടിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണ ജീവിതം നോക്കൂ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല, വളരെ ഡൈനാമിക്കാണ്. പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെയൊക്കെ ഒരു അവതാര പുരുഷൻ പെരുമാറും, ഇങ്ങനെയൊക്കെ ഒരു മാസ്റ്റേഴ്സ് പെരുമാറാൻ പാടും. ഒരുപാട് ക്രിട്ടിക്കൽ ചോദ്യങ്ങളുണ്ട്. ഭഗവാൻ ശ്രീരാമനെ കുറിച്ചിട്ട് അങ്ങനെ ഉണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ആ നിമിഷത്തിൽ അങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അത് 100% അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോഴും നമ്മൾ എന്തൊക്കെ തരത്തിൽ പറഞ്ഞാലും അവർ നമ്മൾ വാഴ്ത്തുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ദർശനം കാണിക്കാൻ നോക്കി, ഈ ട്രൂത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഓരോ നിമിഷത്തിലും. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാണ്ടിരിക്കുക, പ്രവർത്തിക്കേണ്ട സമയത്ത് ശാരീരികമായിട്ട് പ്രവർത്തിക്കുക, ഇനി മാനസികമായിട്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് മാനസികമായിട്ട് പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തന ഇല്ലാതെ കംപ്ലീറ്റ് സ്റ്റിൽനെസ്സിന് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇരിക്കാം. മാസ്റ്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. പ്രവർത്തികൾ 100% ഫുൾനെസ്സിൽ ചെയ്താലേ നമുക്ക് സ്റ്റിൽനെസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഹയസ്റ്റ് വേർഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓരോ നിമിഷത്തെയും ബെസ്റ്റ് രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേറ്റ്, ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. കൂടുതൽ എൻ്റെ ബെറ്റർ വേർഷനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിൽ പോകണം, പല പാരിതോഷികങ്ങൾ വേണം. ഞാൻ ഒരുപാട് കാര്യത്തിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഞാൻ അതിലൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ പാസ്റ്റിൽ ഡിപ്പെൻഡൻ്റ് ആണ്, പ്രസൻറ്റിലല്ല ഡിപ്പെൻഡൻ്റ്. എന്നെ നയിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്രസൻസ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ പുറമേ ഡിപ്പെൻഡൻസ് ഇല്ലാണ്ടായി മാറുന്നു. ക്രിറ്റിസിസംസ് ഉണ്ടാവാം, അത് നമ്മൾ സ്വീകരിക്കുന്നു, കാരണം അതും ആവശ്യമായിരുന്നു ആ നിമിഷം. പക്ഷേ ചെയ്യുന്നത് എപ്പോഴും ബെസ്റ്റായിരിക്കും. സഹജമാർഗത്തിൽ ഈ ഒരു സ്വഭാവം കൊണ്ടുവരാനാണ് സാധന ചെയ്തത്. ഓൾവേസ് ബി കണക്റ്റഡ്. ദാജി പറയും, കണക്ട് ചെയ്യുക, റിപ്പീറ്റഡ്ലി കണക്ട്. അവസാനം കണക്ഷനായിരിക്കും സ്ഥിരം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹയസ്റ്റ് ലെവൽ, എൻ്റെ മാസ്റ്ററുമായിട്ട് കണക്ഷൻ. അത് മാത്രമേ എനിക്കുള്ളൂ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ നമ്മളതിനെ നിരന്തര സ്മരണ എന്ന് പറയുന്നു. ഞാൻ ആ സ്മരണയിൽ ജീവിക്കുന്നു. അപ്പോൾ ചിന്തകൾ ഇടപെടാതെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. നിരന്തര സ്മരണയുടെ ഒരു സ്വഭാവമാണത്. മനസ്സിലെ സ്വാർത്ഥ ചിന്തകളൊന്നും ഇടപെടാതെ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അത് സ്വീകരിക്കുന്ന ആൾക്ക് ഹൃദയത്തിൽ മനസ്സിലാവും, പുറമേ മനസ്സിലായെന്ന് വരില്ല, ഹൃദയത്തിൽ മനസ്സിലാവും. ഒരു കുട്ടിയെ ശാസിക്കുമ്പോൾ, പേരൻസ് ശാസിക്കുമ്പോൾ കുട്ടിക്ക് ഹൃദയത്തിൽ മനസ്സിലാവുന്നത് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിന്നെയും തിരിച്ച് അച്ഛ അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ സ്നേഹത്തിൽ പ്രവർത്തിച്ച ഒരു നിമിഷം ഒരിക്കലും റിയാക്ഷൻ കൊണ്ടുവരില്ല. ചാരിജി മഹാരാജ് പറഞ്ഞു, റിയാക്ഷൻ ഇല്ലാത്ത ഒരേ ഒരു കാര്യം സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ബാഹ്യപ്രകടനമല്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. സ്നേഹം ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ആഴത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലോ ആണ്. ഇതേക്കുറിച്ച് നല്ലോണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സഹജമാർഗം ഹാർട്ട്ഫുൾനെസ് ആയിട്ട് മാറുന്നത് അപ്പോഴാണ്. ഹൃദയം നിറഞ്ഞ് ഹാർട്ട്ഫുള്ളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും അവിടെ ഇല്ല. ഒരു നിമിഷത്തിലും സ്നേഹം നിറച്ചുകൊണ്ടിരിക്കുക. ഈ നിമിഷത്തിലെ ബെസ്റ്റ് എപ്പോഴും നല്ലത് തന്നെ സംഭവിക്കും എന്ന് മനസ്സിൽ ഉറപ്പ് വെച്ചിട്ട്, സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ നന്മ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും നന്മയിൽ തന്നെയായിരിക്കും, എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിലായിരിക്കും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.